ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിന്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. 2025 ഡിസംബർ മാസം മേടക്കൂറിലെ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം അടങ്ങിയ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ചാരവശാൽ ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, ഇവർക്ക് 7.5 ശനിയുടെ കാലം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ്. ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള ഒരു മാസമാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇവരുടെ ഗ്രഹസ്ഥിതിയെപ്പറ്റി നോക്കാം. രവി അഷ്ടമസ്ഥാനത്ത് നിന്ന് 16-ാം തീയതി 9-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ബുധൻ 8-ൽ നിന്ന് 6-ന് 9-ലേക്കും 29-ന് 10-ലേക്കും മാറി വരുന്നു. കുജൻ 8-ൽ നിന്ന് 7-ാം തീയതി 9-ലേക്ക് രാശി മാറുന്നു. ഗുരു 8-ൽ നിന്ന് 20-ാം തീയതി 9-ലേക്ക്, ശുക്രൻ 8-ൽ നിന്ന് 20-ന് 9-ാം ഭാവത്തിലേക്ക് വരികയാണ്. ശനി 12-ലും രാഹു 11-ലും കേതു 5-ലും ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഈ മാസം ഓരോ ഗ്രഹങ്ങളുടെയും അവസ്ഥയും ഫലവും എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യാം. ആദ്യമായി ആദിത്യനെ പറ്റിയാണ് പറയുന്നത്. രവി 5-ാം ഭാവാധിപനാണ്. ഇപ്പോൾ 8-ാം ഭാവത്തിൽ ആണ് ഉള്ളത്. 16-ാം തീയതി അത് 9-ാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. 8-ഉം 9-ഉം ഭാവം രവിക്ക് അത്ര ഗുണകരമല്ല. എങ്കിലും 9-ാം ഭാവത്തിൽ എത്തുമ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾ ഉണ്ടാകുവാനാണ് സാധ്യത. 16-ാം തീയതി വരെ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. ആരോഗ്യകരമായി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. ബന്ധുഗുണം കുറയുവാനും ലക്ഷ്യപ്രാപ്തിയിൽ നിന്ന് വ്യതിചലിച്ച് പോകുവാനും നേതൃമാറ്റം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. അപമാനവും കലഹവും ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. അടുത്തതായി കുജനാണ്. 6 വരെ അഷ്ടമത്തിലും 7-ന് ഭാഗ്യസ്ഥാനത്തേക്കും വന്നെത്തുകയാണ്. ദോഷസ്ഥാനത്താണ് ഉള്ളത് എങ്കിലും ഭാഗ്യാധിപൻ ആയതിനാലും ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതിനാലും വലിയ ദോഷമൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. എങ്കിലും 6-ാം തീയതി വരെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. വാഹനയാത്രയിൽ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. അപകടം പറ്റാതെ സൂക്ഷിക്കണം. മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകുവാൻ ഈ സമയത്ത്, പ്രത്യേകിച്ച് 6-ാം തീയതി വരെ. അടുത്തതായി ബുധൻ ആണ്. 3-ഉം 6-ഉം ഭാവാധിപനായ ബുധൻ 5 വരെ 8-ാം ഭാവത്തിലും 6-ന് 9-ലേക്കും രാശിമാറ്റം സംഭവിക്കുകയാണ്. 29-ന് 10-ാം ഭാവത്തിലേക്ക് വരികയാണ്. 8-ഉം 10-ഉം ബുധന് ശുഭഭാവങ്ങളാണെങ്കിലും 9-ാം ഭാവം അത്ര ഗുണകരമല്ല. ഭാഗ്യക്കുറവ് ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട്. ഗുരുദൃഷ്ടി 9-ാം ഭാവത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ വലിയ ദോഷാനുഭവങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതയില്ല. വിദ്യാഗുണം ഉണ്ടാകുവാനും വാക്ക് നേട്ടം ഉണ്ടാകുവാനും വിജയം ഉണ്ടാകുവാനും വിദേശയാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഒത്തുവരുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അടുത്തതായി ഗുരുവാണ്. ഗുരു 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതും ശത്രുക്ഷേത്രത്തിലേക്കാണ് ഗുരു വന്നെത്തുന്നത്. എങ്കിലും വക്രഗതിയിൽ ആയതുകൊണ്ട് തന്നെ ഗുരു ദോഷാനുഭവങ്ങൾ ഒന്നും ഈ സമയത്ത് ഉണ്ടാവുകയില്ല. മിത്രഗ്രഹങ്ങളുടെ പരസ്പരം ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവയൊക്കെ മാറി കിട്ടുന്നതാണ്. ധനനേട്ടം ഉണ്ടാകുവാനും കാര്യപുരോഗതി ഉണ്ടാകാനും കൃത്യനിഷ്ഠ ഉണ്ടാകാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കുന്നതിനും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നു. ക്ലേശാവസ്ഥ കുറഞ്ഞു കിട്ടുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം ഇവർക്ക് ഗുണാനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അടുത്തതായി ശുക്രൻ ആണ്. 2-ഉം 7-ഉം ഭാവാധിപനായ ശുക്രൻ 8-ൽ നിൽക്കുകയാണ്. 20-ാം തീയതി ഭാഗ്യസ്ഥാനത്തായ 9-ലേക്ക് വരികയാണ്. 2 ഭാവം ശുക്രന് ഗുണകരമായ ഭാവമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാപുരോഗതി, ഭാര്യാഭർത്തൃ ഐക്യം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും വീട്ടിൽ മംഗളകർമ്മം നടക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്.
വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും അതിൽ ഒരു തീർപ്പുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ധനനേട്ടം ഉണ്ടാകുവാനും ധനപുരോഗതി ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ്. അടുത്തതായി ശനിയാണ്. 7ാം ശനിയുടെ കാലം കൂടിയാണ് മേടക്കൂറുകാർക്ക് ഇപ്പോൾ. 10ഉം 11ഉം ഭാവാധിപനായ ശനി 12ാം ഭാവത്തിലാണ് ഉള്ളത്. വ്യയസ്ഥാനത്താണ് ശനി ഉള്ളത് കൊണ്ട് തന്നെ പാഴ്ചിലവ് കൂടുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. കാര്യവിഘ്നം, അന്യദേശവാസം, തൊഴിൽ നഷ്ടം, മാനസിക പിരിമുറുക്കം, ചെറിയ ചെറിയ അസുഖങ്ങൾ എന്നിവയൊക്കെ ഈ സമയത്ത് വന്നു ചേർന്നേക്കാം. ഇവർക്ക് രാഹു 11ലും കേതു 5ലുമാണ്. രാഹു ശുഭസ്ഥാനത്താണെങ്കിലും കേതുവിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. രോഗാരിഷ്ടതകൾ ഉണ്ടാകുവാനും സന്താനങ്ങളെ കൊണ്ടും മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പൊതുവെ ഗുണാനുഭവങ്ങൾ കൂടുതലാണെങ്കിലും ഇവരുടെ 5ാം ഭാവാധിപൻ 9ൽ ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും 5ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ടും മനസ്സുഖം കുറയാനും, അതേപോലെ തന്നെ കർമാധിപനായ ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് 7ാം ശനി നടക്കുന്ന കാലമായതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കർമ്മപരമായിട്ട് ചെറിയ വിഘ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് 2025 ഡിസംബർ മാസം മേടക്കൂറുകാർക്ക്. എങ്കിലും ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉള്ള ഒരു മാസമായി കണക്കാക്കാവുന്നതാണ്. ഇവർക്ക് ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി പരിഹാരം ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. മഹാദേവനെ പ്രാർത്ഥിക്കുക, ഭദ്രകാളി ഭഗവതിയെ പ്രാർത്ഥിക്കുക, ശാസ്താവിന് എള്ളുതിരി, നീരാഞ്ജനം എന്നിവ കത്തിക്കുക, ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നിവ ചെയ്താൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്.